തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ച് മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുകയാണ് നാട്ടുകാർ. ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാകും. മണിക്കൂറുകളാണ് റെയിൽവേ ഗേറ്റ് കടക്കാൻ കാത്തിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അർച്ചന രവീന്ദ്രനിലേക്ക്. തൃക്കരിപ്പൂർ റെയിൽവേ ഗേറ്റിനോടനുബന്ധിച്ച് മേൽപ്പാലം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയുള്ള ആളുകൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഒരുപാട് പേർക്ക് അധികൃതർക്ക് നിവേദനങ്ങൾ കൊടുക്കുന്നു. എന്നാൽ തന്നെ ഇതുവരെ ആയിട്ടും ഇതിനൊരു പരിഹാരം ഇല്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ കൂടെ ചേരുന്നു. ചേട്ടാ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഒരുപാട് ആശുപത്രികൾ മറ്റും ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നം തന്നെ നേരിടുന്നു. വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ മേൽപ്പാലം ഇല്ലാത്തത്. അതായത് ഇത് വെള്ളാപ്പ് ഗേറ്റ് ഇവിടെ ഓവർബ്രിഡ്ജ് ഒന്ന് പാസ്സായത് പറഞ്ഞു. പിന്നെ തൊഴിൻ്റെ തൊട്ടടുത്ത് ബീരിശ്ശേരി ഗേറ്റ്, അതിന് കുറച്ച് അവിടെ 1/2 കിലോമീറ്റർ പോയാൽ ഒളവറ ഗേറ്റ്, അത് അതിന് ഇടയിൽ രാമവില്യം ഒരു ഗേറ്റ് പറഞ്ഞത് 5 ഗേറ്റോളം ഇവിടെ ഉണ്ട്. 4 ഗേറ്റ് തൃക്കൂർ പഞ്ചായത്ത്, തൊട്ടടുത്തായിട്ട് ഉദിനൂർ ഒരു ഗേറ്റും, അങ്ങനെ ഈ 5 ഗേറ്റുകൾ ഈ നമ്മുടെ ഈ തൊട്ട ഈ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊരു ടൂറിസം മേഖലയാണ്. അതുപോലെ തന്നെ എളുപ്പം തൃക്കരിപ്പൂരിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഈ ഗേറ്റിലേക്ക് കൂടെ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഗേറ്റ് അടച്ചാൽ ഒരു ഗേറ്റ് ഒരു സമയം മാത്രമല്ല 3 ട്രെയിനുകളോളം പോയതിനു ശേഷം മാത്രമാണ് ഈ ഗേറ്റ് തുറക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറും ഒക്കെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ടാക്സികൾ, ടൂറിസ്റ്റ് എല്ലാ സർവത്ര മേഖലകളിലും ഈ ഗേറ്റിന് കൂടെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് എത്രയും പെട്ടെന്നും ഈ ഓവർ ബ്രിഡ്ജ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരാളായിട്ട് മൊത്തം നമുക്ക് ഇപ്പം അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ജനങ്ങൾക്ക് ഈ ഓവർ ബ്രിഡ്ജ് വേണം. അത് കേന്ദ്രമായാലും കേരളമായാലും ശരി, എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഈ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ സംവിധാനം ഉണ്ടാക്കി തരണം നമുക്ക് അപേക്ഷിക്കാനുള്ളത്. 9 വർഷമായി ബീരിശ്ശേരി റെയിൽവേ മേൽപ്പാലം നമുക്ക് പാസ്സായിട്ടുണ്ട്. അതിനുശേഷം ഇതും പാസ്സായി. ഇന്നും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല കർമ്മസമിതികളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും മറ്റ് ജനകീയ രൂപത്തിലും ഒക്കെ ഇവിടെ വന്നു. ഒന്നിനൊരു പരിഹാരമില്ല. ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധ്യമല്ല. അവർ ജനാധിപത്യ മാർഗത്തിൽ കൂടി സമരമുറകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് വരുന്ന 13-ാം തീയതി ബുർജ് ബിൽഡിംഗിൽ വെച്ച് ഞങ്ങൾ കൂട്ടമായി ആലോചിക്കാൻ പോകും. നാളെ വരും, ഇന്ന് വരും, നാളെ വരും എന്നെല്ലാം പറയുന്നുണ്ട്. MLA ആയാലും MP ആയാലും രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ഇതിനു വേണ്ടി മാക്സിമം മെനക്കെടുന്നുണ്ട്. ഇതുവരെ ആവുന്നില്ല, ഒരു ഉറപ്പിലേക്ക് ഇതുവരെ ഗവൺമെന്റ് എത്തിയിട്ടില്ല. അത് തന്നെയാണ് നാട്ടുകാരുടെ ആശങ്കയാണ് അവർ പറയുന്നത്. നമുക്കറിയാം, ഒരു റെയിൽവേ ഗേറ്റ് അടച്ചാൽ ഏകദേശം ഒരു 1-2 അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം ഇവിടെ ആളുകൾ, ഒരുപാട് വാഹനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം ഉണ്ടായാൽ തൃക്കരിപ്പൂർ വികസനവും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് കാത്തിരിപ്പിന്റെ ആ ഒരു കുറവും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.